പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ കർത്താവായ യേശുമിശിഹ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപവും പാപത്തിൻ്റെ പരിണിതഫലമായി മനുഷ്യരിലേക്ക് കടന്നു വന്ന രോഗങ്ങളും വേദനയും ശാപവും മരണവും ഏറ്റെടുക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് യേശുമിശിഹ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും യേശുവിൻ്റെ പരസ്യജീവിത കാലത്തിൽ അവിടുന്ന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേരിടുകയും ചെയ്തു. ഈ പെസഹ തിരുനാളിനോടനുബന്ധിച്ച് നാം ആത്മപരിശോധന ചെയ്യേണ്ടത് അന്ത്യത്താഴവേളയിൽ യേശുക്രിസ്തു ചെയ്ത ഏറ്റവും മഹത്തായ കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, അന്ത്യത്താഴവേളയിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ, അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. നമുക്ക് ഈ രംഗം ഒന്ന് ചിന്തിച്ച് നോക്കാം. യേശുനാഥൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു, കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങി വരുന്നു. മാനവ ചരിത്രത്തിൽ ഗുരു ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു കാലഘട്ടം മുമ്പ് ഭാരതത്തിൽ ഗുരുകുല സമ്പ്രദായം നിലനിന്ന കാലഘട്ടത്തിൽ ഗുരുവിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട പണിയായിരുന്നു ശിഷ്യന്മാർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരെന്ന് പേരിട്ട് വിളിച്ച തൻ്റെ ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങി വന്ന് ആ കാല് കഴുകി ചുംബിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഭവനങ്ങളിൽ ആ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയുടെ പാദങ്ങൾ കഴുകുവാൻ വേണ്ടി അവിടെ 2 അടിമയുണ്ടായിരിക്കും. ഒരടിമ ചെരുപ്പ് അഴിച്ച് മാറ്റിവെക്കുന്നു, മറ്റൊരടിമ പാദങ്ങൾ കഴുകുന്നു. അങ്ങനെ ഒരു അടിമയായി മാറ്റപ്പെടുന്നു. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു അടിമയെപ്പോലെ, ഒരു അടിമ ചെയ്ത അതേ പണി അവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കാല് കഴുകി ചുംബിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ 12 പേരിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങി പണവും വാങ്ങിച്ച് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് യൂദാസ്. മറ്റൊരു വ്യക്തിയെ ദൈവമായ കർത്താവ് നേരത്തെ കണ്ടിരുന്നു. തന്നെ തള്ളിപ്പറയുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. തന്നെ തള്ളിപ്പറയാനിരുന്ന പത്രോസിൻ്റെ കാൽച്ചുവട്ടിലേക്കും ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസിൻ്റെയും കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കാല് കഴുകി ചുംബിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ സഭയിൽ ഓരോ വ്യക്തികളും ഇന്ന് ഈ ആഘോഷം, പ്രത്യേകിച്ചും പെസഹ വ്യാഴാഴ്ച യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എളിമപ്പെടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ എത്ര ഉന്നതനായ വ്യക്തിയായാലും ശരി, യേശു കാണിച്ചു തന്ന മാതൃക അതാണ്. കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എളിമയായി എളിമയോടുകൂടെ ഒന്ന് ഇറങ്ങിച്ചെല്ലുക. ഇവിടെ കാലൊക്കെ കഴുകി ചുംബിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്കൊരു കൽപ്പന കൊടുക്കുന്നത്. ഒരു പുതിയ കൽപ്പന കൊടുക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. പഴയ കൽപ്പനകളുണ്ടായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ കൽപ്പന കൊടുത്തിരുന്നു. മോശയുടെ കരങ്ങളിലൂടെ ദൈവം കൽപ്പന കൊടുത്തു. ആ കൽപ്പനയ്ക്കപ്പുറത്തൊരു കൽപ്പന ഇവിടെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. ഒരു പുതിയ കൽപ്പന. അത് മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ കൽപ്പന, സ്നേഹത്തിൻ്റെ
ഒരു വലിയ ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന യേശുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ പെസഹ തിരുനാളിന് നാം ഓരോരുത്തരും ദൈവത്തിരുമുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എളിമപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നിറങ്ങിച്ചെല്ലുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നിറങ്ങിച്ചെല്ലുവാനും എളിമപ്പെടുവാനും എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ പെസഹ തിരുനാളിൻ്റെ ആഘോഷങ്ങളും ആഡംബരമായ മറ്റു കാര്യങ്ങളുമെല്ലാം വെറും വ്യർത്ഥമായി മാറ്റപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ ഒറ്റിക്കൊടുക്കുവാനിരുന്ന യൂദാസിൻ്റെയും തള്ളിപ്പറയുവാനിരുന്ന പത്രോസിൻ്റെയും അടുത്തേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ദേശത്ത് നമ്മളെ തള്ളിപ്പറയുന്ന വ്യക്തികളുണ്ട്, നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തികളുണ്ട്, നമ്മുടെ കുതികാല് വെട്ടുന്ന വ്യക്തികളുണ്ട്, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, സൽപ്പേര് നശിപ്പിച്ച വ്യക്തികളുണ്ട്, കുടുംബം തകർത്ത വ്യക്തികളുണ്ട്, ഇന്നും അപവാദ പ്രചരണം നടത്തുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ളൊരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അന്ന് യേശുനാഥൻ സ്ഥാപിച്ച ആ പെസഹായുടെ അനുഭവം, ആ ക്രിസ്തുവിൻ്റെ ആ ബലിയുടെ, ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ആ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഈ പെസഹ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ വേദനിപ്പിച്ച, ഞങ്ങളെ ഒറ്റിക്കൊടുത്ത, ഞങ്ങളെ തള്ളിപ്പറഞ്ഞ, ഞങ്ങൾക്ക് പ്രവർത്തിച്ച വ്യക്തികളോട് ഒന്ന് ക്ഷമിക്കുവാനും ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.